എൻ്റെ ലക്ഷ്യം ക്യാൻസർ പേഷ്യൻ്റെ രോഗിയെ എത്തിക്കുക എന്നുള്ളതല്ല, ഹർത്താൽ വിജയിപ്പിക്കുക എന്നതാണ് ഉത്തരവാദിത്തം എന്നതാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. ഒരു ക്യാൻസർ പേഷ്യൻ്റ് വർത്തമാനം പറയുന്നത് പോലെയാണോ പറഞ്ഞത്? വിട്ടില്ലെങ്കിൽ അടിക്കുക എന്നതായിരുന്നു പോലീസിൻ്റെ ലക്ഷ്യം. പോലീസിൻ്റെയും മാധ്യമത്തിൻ്റെയും തമ്മിലൊരു ധാരണയാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയത്. ജാതി വെറിയാണ് അവിടെ നമ്മൾ പ്രകടനം കാണിക്കുന്നത്. എന്നെ തടയാൻ രാജ്യത്തെ പട്ടികജാതിക്കാർക്ക്, രാജ്യത്തെ ദളിതുകൾക്ക് അവകാശമുണ്ടോ എന്ന ചോദ്യമാണ് അവിടെ ഉയർന്നു വരുന്നത്. ആ ചോദ്യത്തെ കാണാതിരിക്കരുത്. ഇതൊരു പോലീസുകാരനെ സിവിൽ ഡ്രസ്സിൽ പറഞ്ഞു വിട്ട് പോലീസ് അവിടെ ഒരു ക്ലാഷ് ഉണ്ടാക്കി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ബോധപൂർവ്വം ശ്രമിച്ചിട്ടാണ് ഈ സാധനം ഉണ്ടായത്. നന്മയെ മറക്കുന്ന ചാനൽ, തിന്മയെ മാത്രം പ്രൊജക്റ്റ് ചെയ്യുന്ന ചാനൽ, അതൊരു ശരിയായ മാധ്യമ പ്രവർത്തനമാണ് എന്ന്, മാധ്യമധർമ്മമാണ് എന്ന് ആര് വാദിച്ചാലും നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും. പക്ഷേ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന തരത്തിലേക്കുള്ള മാധ്യമ പ്രവർത്തനം നടത്തുന്നത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? സദാം ഹുസൈനും കേരളം, ഞാനും നിങ്ങളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? സദാം ഹുസൈനെ കൊന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഹർത്താൽ നടത്തിയ ജനതയാണ് നമ്മൾ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നടത്തിയ ഒരു ഹർത്താലിൽ ആംബുലൻസിൽ കിടന്ന് രോഗി മരിച്ചില്ലേ? ഓട്ടോറിക്ഷയിൽ പ്രസവിച്ചില്ലേ? ആയിരക്കണക്കിന് കുട്ടികളുടെ വിദ്യാഭ്യാസം, അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയാതെ പോയിട്ടില്ലേ? ഇതെന്താ ആദ്യത്തെ സംഭവമാണ്? അജിയം ചാലക്കേരിയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ദളിത് ഹർത്താലിനിടെ ഒരു ക്യാൻസർ രോഗിയെ തടഞ്ഞു എന്നതിന് ജയിലിൽ പോയ വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസമാണ് ജാമ്യം ലഭിച്ചത്. എത്ര ദിവസം ജയിലിൽ കഴിഞ്ഞു? 7 ദിവസത്തോളം. 7 ദിവസത്തോളം. അതിനുശേഷം വന്ന വാർത്തകൾ പ്രകാരം, അല്ലെങ്കിൽ അതാരും വാർത്തയാക്കി കണ്ടില്ല, ഫേസ്ബുക്കിലെ എഴുത്തുകളും നിങ്ങളുടെ വക്കീലായ PA പ്രസാദിനോട് സംസാരിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായത്, നിങ്ങൾ തടഞ്ഞെന്ന് പറയുന്ന വ്യക്തിക്ക് ക്യാൻസർ രോഗമില്ല എന്നും ഫാബ്രിക്കേറ്റഡ് ആണ് ഈ കേസും എന്നാണ് പറയുന്നത്. ശരിക്കും എന്താണ് താങ്കൾക്ക് ഈ കേസ് ഇപ്പം ജാമ്യത്തിലിറങ്ങിയ ആ ഒരു നിബന്ധന എന്താണെന്ന് പറയാൻ പറ്റും? ഇപ്പം ജാമ്യം എന്ന് പറയുന്നത് കിട്ടാനുള്ള കാരണം തന്നെ ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ജാമ്യം കിട്ടിയത്. സത്യത്തിൽ കോടതി പോലീസ് റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ തന്നെ ആദ്യം നമ്മളെ കോടതിയിൽ ഹാജരാക്കി. അപ്പോൾ തന്നെ 110 എന്ന് പറയുന്ന വകുപ്പാണ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, നോൺ ബെയിലബിൾ ആണ്. നരഹത്യയല്ല, നരഹത്യ ശ്രമം. അപ്പോൾ നോൺ ബെയിലബിൾ ആണ്. നോൺ ബെയിലബിൾ ആയതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ട്. ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വയം കേസ് എടുത്തിട്ടുണ്ട്. സ്വാഭാവികമായി അവർക്ക് കുറേ പ്രതികളെ വേണം, കേസ് എടുത്തത് കൊണ്ട് തന്നെ. അപ്പോൾ പിന്നെ തിരുവല്ല പോലീസിന് ഏറ്റവും നല്ലത് എന്നെ കുരുക്കുക എന്നതായിരുന്നു. അതുകൊണ്ട് എൻ്റെ പേരിലേക്ക് 110, അതിനുള്ളൊരു സാധ്യത അവിടെ ഇല്ല. ഇത് ബെയിലിൽ നമ്മൾ കോടതി ചെല്ലുമ്പം തന്നെ കോടതി ആദ്യം ഹൈക്കോടതി നിർദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെ റിമാൻഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടു, പോലീസ് റിപ്പോർട്ടിന് ആവശ്യപ്പെട്ടു. പോലീസ് റിപ്പോർട്ട് വന്നപ്പോഴാണ് കള്ളികൾ പൊളിയുന്നത്. സത്യത്തിൽ നമ്മുടെ ഈ സ്ത്രീ അടക്കം വരുന്ന ഈ ക്യാൻസർ പേഷ്യൻ്റ് ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഇവരാരാണെന്ന് അറിയില്ല. 2 സ്ത്രീയും പുരുഷനും. ഇവർക്ക് ക്യാൻസർ എന്ന് പറയുന്ന ചികിത്സ ലഭിക്കുന്നില്ല എന്നത് മാത്രമല്ല, ഇവർ പറയുന്ന ഹോസ്പിറ്റൽ കോഴഞ്ചേരി മുത്തൂർ ഹോസ്പിറ്റലാണ്. അതായത് പത്തനംതിട്ടയ്ക്കും തിരുവല്ലയ്ക്കും ഇടയ്ക്ക് കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റലാണ്. അവിടെ ക്യാൻസർ ചികിത്സയില്ല. ആ ഹോസ്പിറ്റലിൽ ക്യാൻസർ ചികിത്സയില്ല. പിന്നെ എന്തിനാണ് ഇവർ അങ്കമാലിയിൽ നിന്ന് സ്വാഭാവികമായി ഇത്ര ദൂരം യാത്ര ചെയ്താണ് വന്നത്? അപ്പോയിൻമെൻറ്റ് മറ്റെന്തോ ചികിത്സയ്ക്ക് വേണ്ടിയാണ്. നമ്മളോട് പക്ഷെ പറയുന്നത് ക്യാൻസർ പേഷ്യൻ്റാണ് എന്നതാണ്. ദളിത് ഹർത്താൽ എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തുന്നത് 2 മുന്നേ പ്രഖ്യാപനം നടത്തുന്നു, 1 മുന്നേ പറയുന്നു, നോട്ടീസ് കൊടുക്കുന്നു. അപ്പോൾ ഈ പറയുന്നത് പോലെ ആരും ഇത് ഗൗനിക്കാതെ അത് ഹർത്താലല്ലേ, ദളിത് ഹർത്താലല്ലേ, നടക്കാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ അതിനെ കാണുകയും തൽഫലമായിട്ട് മാസ് റിപ്പോർട്ടിംഗ് ഉണ്ടാവുകയും ചെയ്തു. അതായത് മീഡിയയുടെ കവറേജ് എല്ലാ ഹർത്താലിനും മീഡിയ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അത് ഹർത്താലെന്നല്ല, മീഡിയ എന്തും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഹർത്താലാണെന്ന് പറയുമ്പോൾ അവർക്ക് അനിഷ്ട സംഭവങ്ങളോ സമാധാനപരമായോ ഇത് രണ്ടുമാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഇത് റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ചേട്ടൻ്റെ ആ വീഡിയോ ഇങ്ങനെ പെട്ടെന്ന് ഭയങ്കരമായിട്ടും പോകുന്നത്. അത് ആ ഹർത്താലിന് തന്നെ ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ കാണുന്നൊരു വീഡിയോ എന്ന് പറയുന്നത്, ചേട്ടൻ ആ വ്യക്തിയോട് ക്യാൻസർ ആണെന്ന് പറയുന്നു, നിങ്ങൾക്ക് 3-4 ദിവസം മുൻപേ പോയിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതാണ് ഭയങ്കര മനുഷ്യത്വപരമല്ല എന്നുള്ള രീതിയിലായിരുന്നു ഇത് അച്ചടിച്ചിറങ്ങിയത്. തീർച്ചയായും അത് നമ്മൾ കാണുന്നവർക്ക് എല്ലാവർക്കും
ഓപ്പോസിറ്റ് നിൽക്കുന്ന താങ്കളോട് ഒരു നല്ല വെറുപ്പ് തോന്നുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം അതൊരു നടക്കുന്നത് റിപ്പോർട്ടിങ് രാവിലെ തന്നെ നടന്നിട്ട് ഇതാണ് വൈറലായത്. കണ്ടോ 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 ക്യാൻസർ രോഗിയെ തടഞ്ഞു എന്നുള്ളത്. ശരിക്കും അന്ന് എന്താണ് എക്സൈറ്റ് എന്താണ് ചേട്ടൻ അവരോട് സംസാരിച്ചത്, മീഡിയയിൽ വന്നത്, നിങ്ങൾ എങ്ങനെയായിരുന്നു അവിടെ ആ സമയം, നിങ്ങളുടെ ആ ഹർത്താൽ ദിനത്തിലെ നിങ്ങൾ എങ്ങനെയാണ് അവിടെ പ്രവർത്തിച്ചത്? ഇത് വളരെ സിമ്പിളായി പറഞ്ഞാൽ പോലീസിൻ്റെയും മാധ്യമത്തിൻ്റെയും തമ്മിലൊരു ധാരണയാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ മാധ്യമം ഏതാണെന്ന് നാട്ടുകാർക്കറിയാം. ഞാൻ അതിനെക്കുറിച്ച് മാധ്യമത്തിൻ്റെ പേര് പറയുന്നില്ല. ആ മാധ്യമം ചെയ്തത് നല്ല പ്രവൃത്തികളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. ഇപ്പം സ്വാഭാവിക ഹർത്താൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമലംഘനമാണ്. തീർച്ചയായും അത് പാടുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഇന്ന് ഈ രാഷ്ട്രം എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രം നിലനിൽക്കുന്നത് പോലും നിയമലംഘനത്തിലൂടെ സ്വാതന്ത്ര്യ സമരം അടക്കമുള്ള പോരാട്ടങ്ങളിലൂടെയാണ്. ഇനി ഞാനിവിടെ ഇരിക്കുന്നത് എങ്ങനെയാണ്? നിയമലംഘനത്തിലൂടെ എൻ്റെ വല്യപ്പൻ വില്ലുവണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയതുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എല്ലാം നിയമലംഘനത്തിലൂടെ നേടിയതാണ്. നിയമലംഘനം എന്നുകൊണ്ട് എല്ലാവരും എല്ലാ നിയമവും ലംഘിക്കണമെന്നല്ല അർത്ഥം. ആവശ്യമുള്ളത് നേടണമെങ്കിൽ നിയമലംഘനം ആവശ്യമാണ്. ആ ആവശ്യമുള്ള സമയത്ത് നിയമലംഘനം ചെയ്യണം. ഇവിടെ നമ്മൾ ഹർത്താൽ നിയമലംഘനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് 10 ദിവസം മുമ്പ് പ്രഖ്യാപിച്ചത്. എൻ്റെ നേതാക്കന്മാർ ഈ ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ എൻ്റെ സമുദായത്തോടുള്ള, എൻ്റെ ജനതയോടുള്ള കൂറ് എന്ന നിലയിൽ ഞാൻ അതിനകത്ത് ഇൻവോൾവ് ആകുക എന്നതാണ് ആസ് എ പേഴ്സൺ, ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടത്, ഈ സമുദായത്തിലെ വ്യക്തി എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടത്. സ്വാഭാവികമായും ഹർത്താലിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുൻനിരയിലിറങ്ങുമ്പോൾ പോലീസ് ഇത് പൊളിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അവർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ആദ്യം തന്നെ 6 മണിന്നായപ്പോൾ നമ്മൾ തിരുവല്ല ബസ് സ്റ്റാൻഡിൽ ബ്ലോക്ക് ചെയ്തു. 6 മണിക്ക് 400ഓളം പ്രവർത്തകരുണ്ടായിരുന്നു. ഈ സ്ത്രീ പുരുഷനും വന്നത് ഞാൻ കണ്ടിരുന്നില്ല. എൻ്റെ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ അവരോട് അല്പം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അല്പം കടുപ്പിച്ചാണ് സംസാരിക്കുന്നത്. എന്താ കാരണം? അതിനു മുമ്പ് പോലീസ് അവിടെ ക്രിയേറ്റ് ചെയ്ത ചില സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ചെയ്തത്. ആദ്യം നമ്മുടെ പത്തനംതിട്ട ചെങ്ങന്നൂർ റൂട്ടിൽ നിന്ന് ഒരു ബൈക്കുകാരൻ ചങ്ങനാശ്ശേരി റൂട്ടിലേക്ക് പോകാനായി വരുന്നു. ബൈക്ക് പോകുന്നതിന് നമുക്ക് തടസ്സമൊന്നുമില്ല. ധാരാളം ബൈക്കുകൾ പോകുന്നുണ്ട്. ഹർത്താൽ നമ്മൾ ബൈക്കുകൾ ഒഴിവാക്കിയിട്ടുണ്ട്, ധാരാളം ആളുകൾ പോകുന്നുണ്ട്. പക്ഷേ ഇയാൾ വരുന്ന സ്പീഡ്, അവിടെ 4-5 ആളുകൾ അല്ലെങ്കിൽ 10-20 ആളുകൾ അവർ റോഡിൽ എന്തിനാണ് നിൽക്കുന്നത് എന്ന് പോലും മൈൻഡ് ചെയ്യാതെ ഹൈ സ്പീഡിൽ വരുന്ന ഒരു ബൈക്കുകാരൻ സ്വാഭാവികമായും നമ്മുടെ കുട്ടികൾ തടഞ്ഞു. അവർ വയലൻ്റായി. ഞങ്ങൾ കുറേ പേര് ഇവിടെ നിൽക്കുന്നവർ അവർ ഗ്രാമീണ ഭാഷ സംസാരിച്ചിട്ടുണ്ടാവും, കൊളോക്കൽ ലാംഗ്വേജിൽ സംസാരിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ എന്തിനാണ് അവിടെ നിൽക്കുന്നത്, അല്പം സ്ലോയിൽ പോയിക്കൂടെ എന്ന ചോദ്യം. എൻ്റെ വൈഫ് മെഡിക്കൽ കോളേജിൽ സീരിയസ് ആണ്. ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിൽ സീരിയസ് ആണ്, എനിക്ക് അവിടെ എത്തണം. നിനക്ക് അല്പം സ്പീഡ് കുറച്ച് പോയാൽ പോരെ എന്നുള്ള ചോദ്യവുമായി തടഞ്ഞു. പോലീസ് ചാടി വീഴുന്നു. അപ്പോഴത്തേക്കിന് പോലീസ് ജാക്കറ്റ് ധരിക്കുന്നു, അടിക്കാനുള്ള ജാക്കറ്റ് ധരിക്കുന്നു, ലാത്തി എടുക്കുന്നു. 50ഓളം പോലീസുകാർ ചാടി ഇറങ്ങുന്നു. പെട്ടെന്ന് അയാളെ വിട്ടില്ലെങ്കിൽ അടിക്കുക എന്നതായിരുന്നു പോലീസിൻ്റെ ലക്ഷ്യം. പെട്ടെന്ന് ഞാൻ അവിടെ സമയോചിതമായി ഇടപെട്ടു. എൻ്റെ ഹർത്താൽ അനുകൂലികളായ എൻ്റെ സഹോദരങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നു എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കും, ഞാൻ സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കും. അവർ പിന്മാറുന്നു. ഞാൻ അവരോട് സംസാരിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? അപ്പോഴത്തേക്കിനൊരു 15 മിനിറ്റോളം ലൈവായി ചാനലിലടക്കം കാണിക്കുന്നുണ്ട്. ലൈവായി വലിയ വാർത്തയായി അടിക്കാൻ തയ്യാറായി പോലീസ് നിൽക്കുന്ന സമയത്താണ് ചെല്ലുന്നത്. ചേട്ടൻ്റെ പ്രശ്നം എന്താ? ഹോസ്പിറ്റലിൽ പോകണം. ശരി, എൻ്റെ വണ്ടിയിലോട്ട് കയറിക്കോ, അല്ലെങ്കിൽ അവിടെ കൊടി വെച്ച ഓട്ടോറിക്ഷ കിടപ്പുണ്ട്, ഞങ്ങളുടെ കൊടി, ഞങ്ങളവിടെ കൊണ്ടുപോകാം. ചേട്ടനെ ആശുപത്രി കൊണ്ടുപോകും, തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവിടാം. അപ്പോൾ അത് പുള്ളി പോകണ്ട. സ്വാഭാവികമായും പുള്ളിക്ക് അപ്പം പോകണ്ട. എന്താ കാര്യം? ഇതൊരു പോലീസുകാരനെ സിവിൽ ഡ്രസ്സിൽ പറഞ്ഞു വിട്ട് പോലീസ് അവിടെ ഒരു ക്ലാഷ് ഉണ്ടാക്കി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ബോധപൂർവ്വം ശ്രമിച്ചിട്ടാണ് ഈ സാധനം ഉണ്ടായത്. അപ്പം തന്നെ പോലീസ് പിന്മാറുന്നു. ആ പ്രശ്നം അവിടെ വെച്ച് സോൾവായി. അദ്ദേഹം തിരിച്ചു പോകുന്നു. ഭാര്യ ആശുപത്രിയിലില്ല, ഭാര്യ സീരിയസ് അല്ല, അദ്ദേഹത്തിന് ആശുപത്രി പോവുകയും വേണ്ട. ഇൻസിഡൻറ്റ് 1. ഇത് സിവിൽ പോലീസാണെന്ന് എങ്ങനെയാണ്? ഞാനൊരു 35 വർഷമായി പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളാണ്. എനിക്ക് പോലീസിനെയും പോലീസ് അല്ലാത്തൊരു കളരെയും ഒക്കെ സ്വാഭാവികമായി കണ്ടാൽ സ്വാഭാവികമായി തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ നമുക്കുണ്ട്. കാരണം അത് നമ്മൾ പൊതുപ്രവർത്തനത്തിലൂടെ ആർജിച്ചെടുത്ത എക്സ്പീരിയൻസാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്വാഭാവികമായി എനിക്കതറിയാം. ഒരാളുടെ വർത്തമാനം, ഒരാളുടെ ഇടപെടൽ, അയാളുടെ നോട്ടം, അതിൽ നിന്നൊക്കെ കണ്ടുപിടിക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ അദ്ദേഹം പോലീസാണെന്ന നിഗമനത്തിലെത്തിയത്. ഇനി പോലീസ് അല്ല എങ്കിലും എന്തുകൊണ്ടാണ് അദ്ദേഹം വിഡ്രോ ചെയ്തത്? അദ്ദേഹം തിരിഞ്ഞു പോയത് എന്താ? ആ ഹോസ്പിറ്റലിൽ വൈഫ് സീരിയസ് ആണെന്ന് പറയുന്ന ആൾ
എന്തുകൊണ്ടാണ് തിരികെ പോയത്, പോകണ്ടാത്തത്? അപ്പോൾ അതൊരു കഥ ഉണ്ടാക്കി ഇതിനകത്തേക്ക് ബോധപൂർവം കയറി വന്ന് ക്ലാഷ് ഉണ്ടാക്കുക എന്നത് തന്നെയായിരുന്നു പോലീസിൻ്റെ ലക്ഷ്യം. ഇതിനിടയിൽ ഒരു വലിയ പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഹോസ്പിറ്റൽ എന്ന് എഴുതി വരുന്ന എല്ലാ വാഹനങ്ങളും നമ്മൾ വിടും. അമൃത മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ 7 മണിക്കൊരു വാഹനം വന്നു, ബസ്, KSRTC ബസ് വന്നു. നമ്മളൊന്നും നോക്കിയില്ല. അമൃത മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ആരാ? ബഹുഭൂരിപക്ഷം രോഗികളാവാം. അമൃത മെഡിക്കൽ കോളേജ് എന്നാണ് എഴുതിയിരിക്കുന്നത് ബസ്സിൽ, ബോർഡ് മുഴുവൻ വിട്ടു. എന്നിട്ട് അവിടെ നിന്ന് പ്രസാദ്, എൻ്റെ നേതാവ് അഡ്വക്കേറ്റ് PA പ്രസാദ് പറഞ്ഞു, എറണാകുളം ഭാഗത്തേക്ക് പോകാനുള്ള ആരെങ്കിലും ഇവിടെ ഇപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വണ്ടിയിൽ മാക്സിമം കയറിക്കൊള്ളുക, ഞങ്ങൾ ഈ ബസ് വിടാൻ പോവാണ്. ഹർത്താൽ അനുകൂലികളായ എൻ്റെ സഹോദരങ്ങൾ മുഴുവൻ പറഞ്ഞു മാറിക്കൊടുത്തു. പാടില്ല എന്നൊക്കെ ചില ആളുകൾ കമൻ്റൊക്കെ പറയും, നമ്മുടെ കൂടെ നിൽക്കുന്നവർ. പക്ഷേ നേതാവ് എന്ന നിലയിൽ അവിടെ നമ്മളെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഹർത്താൽ അനുകൂലിയാണെങ്കിലും അമൃത മെഡിക്കൽ കോളേജിലേക്കുള്ള ബസ് പറഞ്ഞു വിടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ബസ് പറഞ്ഞു വിട്ടു. ഇതിനിടയിൽ കാറിൽ ഹോസ്പിറ്റൽ എന്നെഴുതി പല വണ്ടികൾ വരും. എല്ലാ വണ്ടികളും പറഞ്ഞു വിട്ടു. ഹോസ്പിറ്റൽ എന്നെഴുതിയ വണ്ടികളെല്ലാം നമ്മൾ പറഞ്ഞു വിട്ടു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് പല ആളുകളും അനാവശ്യമായി യാത്ര ചെയ്യുന്നവരും ഹോസ്പിറ്റൽ എന്ന ബോർഡ് വെച്ച് വരുന്നവരുമാണ്. അപ്പം നമ്മൾ രേഖ പരിശോധിക്കാൻ തുടങ്ങി. പല രേഖയും പരിശോധിച്ചാണ് പിന്നീട് വണ്ടി വിടാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ചില ആളുകളുടെ ഹോസ്പിറ്റലിൻ്റെ രേഖകളില്ല. ചേട്ടനോട് മാറിക്കിടക്കെ, ഏതായാലും ഞങ്ങളൊരു ഹർത്താൽ പ്രഖ്യാപിച്ചു, ഞങ്ങൾ കുറേ ആളുകൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു, ഞങ്ങളെ ഇളിപ്പേരാക്കിയിട്ട് പോകാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കതൊരു കുറച്ചിലായതുകൊണ്ട് ചേട്ടൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പോയാൽ മതി, അവിടെ മാറിക്കിടക്കെ 10 മിനിറ്റോളം അവിടെ കിടത്തിയിട്ട് നിങ്ങൾ പൊയ്ക്കോളാൻ പറയും. അങ്ങനെ വിടുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളെ ഇങ്ങനെ കൈകാര്യം ചെയ്ത് നിൽക്കുന്നതിനിടയിൽ ഒരു പ്രായമായ സ്ത്രീയും പുരുഷനും ഒരു മകളും കൂടി വന്നു. നമ്മളോട് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്ക് ബിലീവേഴ്സ് പുഷ്പഗിരി മെഡിക്കൽ കോളേജിലാണ് പോകേണ്ടത്, ഞങ്ങൾ പുഷ്പഗിരി മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ഞങ്ങൾക്ക് വാഹനമില്ല, ഒന്ന് സഹകരിക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ സമരാനുകൂലികളുടെ ഓട്ടോയിൽ നമ്മൾ പുഷ്പഗിരി കൊണ്ടുവിട്ടു. 3 ടീമിനെ നമ്മൾ അങ്ങനെ വിട്ടിട്ടുണ്ട്. അത് ഈ ചാനലുകാരൻ കണ്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി അവരുടെ തെറ്റ്. നന്മയെ മറക്കുന്ന ചാനൽ, തിന്മയെ മാത്രം പ്രൊജക്റ്റ് ചെയ്യുന്ന ചാനൽ, അതൊരു ശരിയായ മാധ്യമ പ്രവർത്തനമാണ് എന്ന്, മാധ്യമധർമ്മമാണ് എന്ന് ആര് വാദിച്ചാലും നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. നന്മയെ കൂടി കാണണം. തിന്മയെ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്തോളൂ, നമുക്കതിനകത്ത് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, ചെയ്തോളൂ. പക്ഷേ നന്മയെ കൂടി കാണണം. 3 ആളുകളെ നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഹോസ്പിറ്റലുകളിൽ എത്തിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മുടെ വലിയ പ്ലസ് പോയിൻ്റായി അഭിമാനത്തോടെ നമ്മൾ പറയുന്നത്. ഈ ക്ലാഷ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ സ്ത്രീയും പുരുഷനും താഴേക്ക് പോകുന്നത് ഞാൻ കാണുന്നു. താഴെ ചെന്നു അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഉന്നതരായ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവരവരോട് സംസാരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇവരോട് സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ ഈ പോരുന്നു. അതിനിടയിൽ തൊട്ടപ്പുറത്ത് ബൈപ്പാസിൽ പ്രശ്നമുണ്ട് എന്ന് പോലീസ് തന്നെ എന്നോട് പറയുന്നു. നമ്മുടെ പോലീസിലുള്ള സൗഹൃദങ്ങളാണ് പറയുന്നത്. നിങ്ങളന്ന് ചെന്നാൽ ആ പ്രശ്നം പരിഹരിക്കാം എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ബൈപ്പാസിലേക്ക് പോകുന്നു. ആ പ്രശ്നം പരിഹരിച്ച് ഞാൻ തിരിച്ചു വരുമ്പോൾ കാണുന്ന സീൻ, ഈ സ്ത്രീ ഭയങ്കര വാചാലമായി ബഹളം വെക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഹർത്താൽ നടക്കുന്ന സ്ഥലത്ത് ഒരാൾ ഹർത്താൽ അനുകൂലികളുടെ ഇടയ്ക്ക് കയറി നിന്ന് ബഹളം വെക്കുന്നത് എങ്ങനെ? എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന പോലീസ് ഓഫീസറോട് പറയാം, ഇല്ലെങ്കിൽ ഹർത്താലിൻ്റെ നേതാവിനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് പറയാം. ഇതൊന്നും അല്ലാതെ ഹർത്താൽ നടക്കുന്ന നടുറോഡിലേക്ക് ഇറങ്ങി വന്ന് നിന്നുകൊണ്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയെ, വളരെ മോശമായി വർത്തമാനം പറഞ്ഞൊരു സ്ത്രീയെ നമ്മുടെ ആളുകൾ കുറേയൊക്കെ കൈകാര്യം ചെയ്യാൻ നോക്കിയത് നടന്നില്ല. അവസാനം ഞാൻ ചെന്നു, നിങ്ങളുടെ പ്രശ്നം എന്താണ്? അതാണ് നിങ്ങൾ കാണുന്ന വീഡിയോ. നിങ്ങളുടെ പ്രശ്നം എന്താണ്? അപ്പം നിങ്ങൾ ഓർക്കണം, ഞാനത് പറയുമ്പോൾ മുൻവിധിയോടെയാണ് പറയുന്നത്. നിങ്ങൾ ഹർത്താൽ പൊളിക്കാൻ വന്നതല്ലേ എന്നൊരു ചോദ്യമുണ്ട് അതിനകത്ത്. ഇത് പോലീസുമായി ധാരണയിൽ പോലീസ് പറഞ്ഞു വിട്ട ആളാണ്, മാധ്യമവും പോലീസും ചേർന്നുള്ള ഡ്രാമയാണ് എന്നത് ഞാൻ മനസ്സിലാക്കി എന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ. പോലീസാണെന്ന് എങ്ങനെ മനസ്സിലായി എന്ന ചോദ്യം പോലെ തന്നെ സാമാന്യ യുക്തിക്ക് 10-35 വർഷത്തെ പൊതുപ്രവർത്തനത്തിൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഒത്തിരി ഹർത്താലുകൾ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ, എന്തെല്ലാം വിഷയങ്ങളെ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുള്ളവരാ. എനിക്കത് മനസ്സിലായി പോലീസ് ഡ്രാമയാണ്. പോലീസ് ഡ്രാമയാണെന്ന് കൊണ്ട് തന്നെ എൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? ആ പ്രതികരണമാണ് നിങ്ങൾ കണ്ടത്. ആ ചാനൽ അത് പുറത്തേക്ക് വിട്ടത്, അതാണ് ആ ഇൻസിഡൻ്റായി മാറിയത്. പിന്നെ ഒരു കാര്യം കൂടി, ഇവർ എങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല. പിന്നീടാണ് ഞാൻ അറിയുന്നത് ഇവർ KSRTC ബസ്സിലാണ് വന്നത്. അത് വൈകുന്നേരമാണ് ഞാൻ അറിയുന്നത്. ഞാൻ വിചാരിച്ചു ഇവരുടെ കാർ അവിടെ തടഞ്ഞിട്ടുണ്ടാവും. ഒരു ക്യാൻസർ പേഷ്യൻ്റ് വർത്തമാനം പറയുന്ന പോലെയാണോ അദ്ദേഹം വർത്തമാനം പറഞ്ഞത്? അദ്ദേഹം രോഗിയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ വർത്തമാനം നിങ്ങൾ ആ വീഡിയോയിലൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു ക്യാൻസർ പേഷ്യൻ്റ് വർത്തമാനം പറയുന്നത് പോലെയാണോ പറഞ്ഞത്?
അല്ല, ഇറങ്ങി നിന്ന് പ്രസംഗിക്കുകയാണ് ഭാര്യയും ഭർത്താവും. ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഒരു ലുക്കും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. മാത്രവുമല്ല, പോലീസ് ഇവരെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി OP ടിക്കറ്റ് എടുത്ത് മണിക്കൂറുകൾ കഴിഞ്ഞ് ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്. ക്യാൻസർ പേഷ്യൻ്റ് അങ്ങനെയാണോ? തിരുവല്ല പോലീസ് സ്റ്റേഷൻ വന്നിട്ട് 4 മണിക്കൂറാണ് തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ഇവർ ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നത്. ഭാര്യയും ഭർത്താവാണോ എന്നത് എൻ്റെ സെൻസിൽ നിന്ന് തോന്നിയതാണ്. ഈ സ്ത്രീയും പുരുഷനും ഉണ്ടായിരുന്നത് 4 മണിക്കൂർ. ക്യാൻസർ പേഷ്യൻ്റ് എങ്ങനെയാണ് അവിടെ ഇരിക്കുന്നത്? 4 മണിക്കൂർ. ഇതാണ് അത് കള്ളത്തരമാണ് എന്നതുകൊണ്ട് തന്നെയാണ് എനിക്കത് ബോധമുള്ളതുകൊണ്ട് ആ ബോധ്യമാണ് പ്രതികരണത്തിലൂടെ നിങ്ങൾ കാണുന്നത്. ആ ബോധ്യത്തെയാണ് വളച്ചൊടിച്ച് ആളുകൾ ക്യാൻസർ പേഷ്യൻ്റ് തടഞ്ഞു എന്ന് പറയുന്ന വാർത്തയിലേക്ക് വന്നത്. ചേട്ടാ, ഇപ്പം പറഞ്ഞതിൽ 2-3 തിരുത്തുണ്ട്. ഞാനത് പറയുന്നതിൻ്റെ ഫ്ലോയിലാണ് ഞാൻ തിരുത്താതെ വന്നത്. ഒന്ന്, ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് ഈ ലുക്കാണോ? നമുക്ക് ക്യാൻസർ പേഷ്യൻസിന് ആ ലുക്ക് ഈ ലുക്കൊന്നൊന്നുമില്ല. അതായത് കണ്ടുപിടിക്കപ്പെട്ടാൽ പലതരം ക്യാൻസേഴ്സ് ഉണ്ട്. ഞാനത് ഒരു അവയർനെസ്സിന് പറയുന്നതല്ല. പലതരം ക്യാൻസേഴ്സ് ഉള്ളവരെ നമ്മൾ എൻ്റെ ഒരു ലാസ്റ്റ് ഇൻ്റർവ്യൂവിൽ ലാസ്റ്റ് വെച്ചാൽ നമ്മുടെ ചാനൽ തുടങ്ങിയെടുത്തൊരു ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ ഇൻ്റർവ്യൂ ഞാൻ ചെയ്തു. അവരെ കാണാൻ ഭയങ്കര ഇതാണ്, പക്ഷെ അവരുടെ ശരീരം ഫുള്ള് അവർ ക്യാൻസർ വന്നിട്ടിരിക്കുകയാണ്. അവർക്ക് നടക്കാനും ഇരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ലുക്കിലും അവർ ചെയ്യുന്നതിലൊന്നും കണ്ടാൽ മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞത് ചേട്ടൻ പറഞ്ഞ പോലെ ചിലപ്പോൾ അവർക്ക് ഡിറ്റക്റ്റീവ് ഫസ്റ്റ് സ്റ്റേജ് ആവാം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞല്ല, അതൊരു തെറ്റായ പദപ്രയോഗമാണ്. അതായത് അവരെ കണ്ടാൽ ക്യാൻസർ പേഷ്യൻ്റ് ലുക്കിലല്ല, ചിലവർക്ക് അങ്ങനെ ഇല്ല. കാരണം എൻ്റെ അച്ഛന് ക്യാൻസർ ആയിരുന്നു. അതിൻ്റെ ഓരോ സ്റ്റേജിലെയും വ്യത്യാസങ്ങൾ കണ്ട് നമ്മൾക്ക് ക്യാൻസർ രോഗികൾ എന്ന് പറയുമ്പോൾ മുടിയൊക്കെ കൊഴിഞ്ഞ് എല്ലാം നിൽക്കുന്നതാണ്. നമ്മുടെയൊക്കെ എല്ലാവരും ക്യാൻസർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് മുടി കൊഴിഞ്ഞു പോകുന്ന ആളുകളെയാണ്. അതാണ് അവരുടെയൊക്കെ ഒരു ചിന്താഗതി. അതുകൊണ്ടാണ് ഞാൻ തിരുത്തിയത്. അങ്ങനെ മാത്രമല്ല, ഒരുപാട് ആളുകളുണ്ട്. ഇനി അതവിടെ നിൽക്കട്ടെ. ഒരു മാധ്യമപ്രവർത്തകൻ അത് അയാളുടെ ഡ്യൂട്ടിയാണ് ചെയ്തത്. കാരണം ചേട്ടനോട് ഞാൻ പറയാം, ഇപ്പോൾ എല്ലാവരും മത്സരമാണ്. നമ്മൾ കാണുന്നതാണല്ലോ നിരന്തരം. ഇപ്പം ഞാൻ തന്നെ ഒരു മീഡിയ ആണ് നടത്തുന്നത്. എൻ്റെ മീഡിയയിൽ ഞാൻ എന്തിട്ടാൽ ഓടും, എൻ്റെ ഓഡിയൻസ് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അത് വെച്ചിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ. അതിലും ഞാൻ അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഞാൻ എൻ്റെ കാര്യമാണ്, എൻ്റെ ചാനലിനെ കുറിച്ച് പറയുന്നത്. എന്ത് വന്നാലും മോശം ചെയ്യില്ല എന്ന് എനിക്കൊരു ബോധ്യമുണ്ട്. അതായത് ഒരാളെ ബുദ്ധിമുട്ടിക്കത്തില്ല. കാരണം ഇത് ഡിജിറ്റലാണ്. ഇത് എത്ര വർഷം നിലനിൽക്കും എന്നറിയില്ല. അതായത് ഞാൻ ചത്താലും എൻ്റെ സന്തതി പരമ്പരകൾ ഇത് കാണും. അല്ലെങ്കിൽ ഈ ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യുന്ന അജി എന്ന് പറയുന്ന ആളുടെ സന്തതി പരമ്പരകൾ ഇത് കാണും. അപ്പോഴും എൻ്റെ അപ്പം ഇത്ര വൃത്തികെട്ടവനാണോ എന്ന് ചിന്തിക്കാത്ത തരത്തിൽ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ മാധ്യമം അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന് മുന്നേ ഒരു വീഡിയോ പിന്നീട് ഇങ്ങനെ വന്നിരുന്നു, ഇവനെ സൂക്ഷിക്കണം, ഇവൻ ഇങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു. ഈ പയ്യനെ എടുത്തു വെച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായത് മീഡിയയ്ക്ക് വേണ്ട സെൻസേഷനാണ്. നിങ്ങൾ 3 പേരെ കൊണ്ടേ ഓട്ടോയിൽ വിട്ടത് അത് നിങ്ങളുടെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള സന്തോഷം. അതായത് ഏതാണ് ആ ഹർത്താലുകാരുടെ നമ്മൾ ഏറ്റവും നീറ്റായിട്ടാണല്ലോ ചെയ്തത്. നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം വന്ന് നമ്മൾ പറയും ഏറ്റവും നീറ്റായിട്ടാണ് ചെയ്തത്. എങ്ങനെ പറയുന്ന പോലെ ഒരു മരണം വന്ന് നമ്മൾ ഏറ്റവും നീറ്റായിട്ടാണ് ചെയ്തത്. അതവർ കണ്ടില്ല. പകരം അവർ കണ്ടത് ഈ ഒരു സാധനമാണ്. ഇതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഹർത്താലിൻ്റെ അതിൻ്റെ ഡയമെൻഷൻ മാറി. ചേട്ടൻ മനസ്സിലായല്ലോ ഞാൻ പറയുന്നത്? കാരണം അതുവരെ അനുകൂലിച്ചവർക്ക് വാ തുറക്കാൻ പറ്റാതെയായിപ്പോയി. മനുഷ്യത്വപരമല്ലാത്തൊരു മനുഷ്യൻ പെരുമാറി എന്നുള്ളതായി. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയില്ല. പിറ്റേ ദിവസമാണ് രാജൻ ചേട്ടൻ്റെ ഒരു പോസ്റ്റ് വരുന്നത്. ചേട്ടൻ ഇപ്പം ഈ പറയുന്ന 4 മണിക്കൂർ അവർ ഇതിലിരുന്നു. നീ 4 മണിക്കൂറിന് ശേഷം നിങ്ങൾ ഹർത്താലുമായി മുന്നോട്ട് പോയി. പിന്നെ എപ്പോഴാണ് ചേട്ടനെ അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക്? അത് കോടതി സ്വമേധയാ കേസെടുത്തത് കൊണ്ടാണോ നിങ്ങൾക്ക് ജയിലിൽ പോകേണ്ടി വന്നത്? എങ്ങനെയായിരുന്നു? അതിനകത്ത് 2 കാര്യങ്ങൾ ഉണ്ട്. ഒന്ന് ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ട്, ഒരു ക്യാൻസർ പേഷ്യൻ്റെ അളക്കുന്ന കാര്യത്തിൽ. ശരി, ഞാൻ പുറത്തേക്ക് ഇറക്കി പറയുകയാണ്, ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ആണ് എന്ന് പറയുന്നത്, എനിക്ക് അറ്റാക്ക് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തണം എന്ന് പറയുന്നത് പോലെ ഒരു കള്ളം എങ്ങനെയാണ് ഒരാൾക്ക് വെറുതെ വിളിച്ചു പറയാൻ കഴിയുക? ക്യാൻസർ പേഷ്യൻ്റ് ആണ് എങ്കിൽ ഈ മാധ്യമം ഈ ക്യാൻസർ പേഷ്യൻ്റ് ആണോ അല്ലയോ എന്ന് കൂടി അന്വേഷിക്കാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമം പ്രചരണം കൂട്ടണമെന്നത് അത് നിങ്ങളുടെ താല്പര്യം. പക്ഷേ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന തരത്തിലേക്കുള്ള മാധ്യമ പ്രവർത്തനം നടത്തുന്നത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? നിങ്ങളത് ചെയ്തത് ശരിയായില്ല. അത് ക്യാൻസർ പേഷ്യൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ആ മാധ്യമത്തിനുണ്ടായിരുന്നു. ഒരു പ്രിസ്ക്രിപ്ഷനെങ്കിലും കോടതിയിൽ ഹാജരാക്കാൻ അവർക്ക് കഴിഞ്ഞു. ക്യാൻസർ ആണെന്നുള്ളതിന് ഒരു പ്രിസ്ക്രിപ്ഷൻ പേപ്പറെങ്കിലും ഏതെങ്കിലും ഒരു ഡോക്ടറുടെ കൺസൾട്ടിങ് സാധനം കാണിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇത് മാധ്യമവും പരിശോധിക്കേണ്ടതായിരുന്നു എന്നാണ്. വെറുതെ ഒരാൾ ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് പറഞ്ഞവരുടെ അത് ഏറ്റുപിടിക്കുന്നത്
മാധ്യമധർമ്മത്തിൽപ്പെടുന്ന അല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ കാര്യം ഈ സ്ത്രീയോട് ഞാൻ അത്ര മോശമായിട്ടല്ല പറയും. ഞാൻ എന്താ പറഞ്ഞത്? എനിക്കറിയാം ഇത് പോലീസ് ഡ്രാമയാണ് എന്ന് തന്നെ എനിക്കറിയാം. ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളാണ്. വിദ്യാർത്ഥി മുതൽ 15-ാം വയസ്സിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം തുടങ്ങിയ ആളാണ് ഞാൻ. എനിക്ക് നന്നായി അറിയാം ഇത് ഡ്രാമയാണ്. നിങ്ങളിത് ഹർത്താൽ പൊളിക്കാൻ വന്നതാണോ എന്ന ചോദ്യം, ഒരു കാര്യം ഞാൻ വിട്ടുപോയി. നിങ്ങൾ പോലീസും മാധ്യമവുമായി ആലോചിച്ച് വന്നതാണോ എന്നൊരു ചോദ്യം കൂടി അതിനകത്ത് ചേർക്കാൻ മറന്ന് വിട്ടുപോയി എന്നുള്ളതാണ്. ആ ചോദ്യം കൂടി ഉണ്ടായിരുന്നേ കുറച്ചുകൂടി ആളുകൾക്ക് ക്ലാരിറ്റി ആയാണ്. പോലീസ് നിർമ്മിച്ചതാണ്, പോലീസ് നമ്മുടെ ഇടയിലേക്ക് പറഞ്ഞു വിട്ടതാണ്. സ്വാഭാവികമായും ഇങ്ങനൊരു പ്രശ്നമുണ്ടായാൽ പോലീസിൽ പരാതി കിട്ടിയാൽ പോലീസിൻ്റെ അടുക്ക് ചെന്ന് പരാതി പറഞ്ഞാൽ പോലീസ് എന്താ ചെയ്യുക? അപ്പോൾ തന്നെ ആംബുലൻസ് വിളിച്ച് ഇവരെ കയറ്റിവിടും. അതല്ലെങ്കിൽ പോലീസിൻ്റെ വാഹനത്തിൽ ഇവർക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കും. ഇതല്ലെങ്കിൽ ഹർത്താലിൻ്റെ ലീഡേഴ്സ് എന്ന നിലയിൽ നമ്മളെ വിളിക്കും. എന്തെല്ലാം കാര്യങ്ങൾക്ക്, എത്ര പ്രശ്നങ്ങൾക്ക് അവിടെ ആ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളുമായി വിളിച്ചിട്ട് നമ്മളോട് ധാരണ ഉണ്ടാക്കി പല കാര്യങ്ങൾ പോയി ചെയ്തില്ലേ? ബസ് വിടണം, തിരുവനന്തപുരത്തിൻ്റെ ഒരു ബസ് വിടണം എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് നമ്മളോട് പറയുന്നു, നിങ്ങളൊന്ന് ഇടപെടണം, ഒരു ബസ് വിട്ടേ പറ്റൂ, അതിനകത്ത് അമ്മയും കുഞ്ഞുങ്ങളടക്കം സ്ത്രീകളടക്കമുള്ള ആളുകളുണ്ട്, നിങ്ങൾക്ക് അവിടേക്ക് അവരെ ഒന്ന് വിടണം എന്ന് പറയുമ്പോൾ നമ്മളെ തീരുമാനമെടുത്തു. അഡ്വക്കേറ്റ് PA പ്രസാദിനെ പോലെയുള്ള, സൈമൺ ജോണിനെ പോലെയുള്ള, മാത്യു സൈമനെ പോലെയുള്ള നമ്മുടെ നേതാക്കന്മാർ ഉടൻ തന്നെ ഉണർന്ന് പ്രവർത്തിക്കുകയും തിരുവനന്തപുരത്തിന് ആ കുഞ്ഞുങ്ങളൊക്കെയുള്ള ബസ് പറഞ്ഞു വിടാനുള്ള മാന്യത കാണിക്കുകയും ചെയ്തു. പോലീസ് നമ്മളോട് സംസാരിച്ചുണ്ടാക്കിയ ധാരണയാണ്. ഇവിടെ എന്താ പോലീസ് ഉണ്ടാക്കിയത്? ഒന്നാതെ അത് ആ സാഹചര്യമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഫാബ്രിക്കേറ്റഡ് ആയി വന്നതുകൊണ്ട് തന്നെ പ്രതികരണം ഇങ്ങനെയായി എന്നതുകൊണ്ട് കുഴപ്പമായി എന്ന് ഞാൻ അതിനകത്ത് കാണുന്നില്ല. ഞാൻ അതിനെ അങ്ങനെ കാണുന്നില്ല. ഇനി മറ്റൊന്ന്, എൻ്റെ ദൗത്യം എന്താണ്? എൻ്റെ ഉത്തരവാദിത്തം എന്താണ്? രാജ്യത്തെ പേഷ്യൻസിനെ മുഴുവൻ ആശുപത്രി കൊണ്ടുപോകുന്നുള്ള ഉത്തരവാദിത്തത്തിലല്ല രാവിലെ 6 മണിക്ക് ഞാൻ തിരുവല്ല ബസ് സ്റ്റേഷൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. എൻ്റെ നേതാക്കന്മാർ പ്രഖ്യാപിച്ച ഒരു ഹർത്താൽ, ഒരു സമരമുറ, അത് പൂർണ്ണമായും ഭംഗിയോടെ ചെയ്യുക എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. എനിക്ക് ഹർത്താൽ ആണ് വിജയിപ്പിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. ആ ദൗത്യത്തിനിടയിൽ ഞാൻ ക്യാൻസർ ഉള്ളവരുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കാൻ കഴിയില്ല. അവിടെ ഉണ്ടാവാം, രോഗികളുണ്ടാവാം. ആ രോഗികളെ മുഴുവൻ കൊണ്ടുപോകുന്ന പണി ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തമല്ല എനിക്കുള്ളത്. എൻ്റെ പണി എന്താ? 10 ദിവസം മുമ്പ് പ്രഖ്യാപിച്ച ഒരു ഹർത്താൽ എങ്ങനെ വിജയിപ്പിക്കണമെന്നതാണ് എൻ്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഞാൻ ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ടോ എന്നതാണ് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്, ജനം പരിശോധിക്കേണ്ടതാണ്. ഞാൻ ഒരു ദിവസം തലേദിവസം രാത്രി ഞങ്ങൾ പ്രഖ്യാപിച്ചതല്ല. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് യാത്ര ഒരു ദിവസം മുമ്പ് അയക്കൂടെ എന്ന് ചോദിച്ചപ്പം എന്തിനാണ് അവർ അന്ന് തന്നെ വന്നത്? മാത്രമല്ല തട്ടിക്കറുന്നതൊക്കെ ഇത് രാജ്യത്തെ പാർശ്വവൽക്കൃത ജനത നടത്തിയ ഹർത്താലാണ്. ഇവരോട് എനിക്ക് എന്തും പറയാം. നീ ആരടാ എന്നെ വഴി തടയാൻ എന്ന അഹങ്കാരത്തോടെയാണ്, ജാതി വെറിയാണ് അവിടെ നമ്മൾ പ്രകടനം കാണിക്കുന്നത്. ജാതിയാണ് അവിടെ പുറത്തേക്ക് വരുന്നത്. എന്നെ തടയാൻ രാജ്യത്തെ പട്ടികജാതിക്കാർക്ക്, രാജ്യത്തെ ദളിതുകൾക്ക് അവകാശമുണ്ടോ എന്ന ചോദ്യമാണ് അവിടെ ഉയർന്നു വരുന്നത്. ആ ചോദ്യത്തെ കാണാതിരിക്കരുത്. ആ ചോദ്യം നമ്മൾ വിട്ടുപോകരുത്. അത് കേരളത്തിലെ പൊതുസമൂഹത്തിലുള്ള ചോദ്യമാണ്. എത്രയൊക്കെയാണേലും ജാതി വർക്ക് ചെയ്യുന്നുണ്ട്, എന്നെ പറയാൻ നീ ആര്? ഇത് വല്ലാതെ ഇതൊരു കേരളത്തിൻ്റെ പ്രതിബിംബമാണ്. ആ സ്ത്രീയെ മാത്രമായി കാണണ്ട, കേരളത്തിൻ്റെ ഒരു പ്രതിബിംബമാണ്. പൊതുവേ ഉള്ളതിൻ്റെ ഒരു പോർഷൻ അവിടെ നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് പൊതുവെ ഹർത്താലുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടായ പൊതു കാര്യങ്ങൾ എന്നത് നിലയിൽ. രണ്ടാമത്, ഇവരെ കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ ഇവരെ തിരിച്ചു കൊടുന്നൊരു ഓട്ടോറിക്ഷയിലാണ് തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് വിടുന്നത്. ആ ഓട്ടോറിക്ഷക്കാരൻ ഇവരോട് സംസാരിക്കുന്നുണ്ട്. ആ ഓട്ടോറിക്ഷക്കാരൻ എന്നോട് അത് കഴിഞ്ഞ് വന്ന് എൻ്റെ സുഹൃത്തെന്നിൽ എന്നോട് പ്രത്യേകം പറഞ്ഞ് എൻ്റെ പേര് പറയുകയോ എന്നെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുകയോ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസിലും പറയരുതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പരാതിയില്ല, പോലീസ് നിർബന്ധിക്കുന്നു പരാതി എടുക്കാൻ. പരാതി കൊടുക്കാൻ പോലീസ് നിർബന്ധിക്കുന്നു. പക്ഷേ പരാതി കൊടുക്കണമെങ്കിലോ ഇവരുടെ ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നും കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോ യാതൊരു സാധനവും ഇല്ലാതെയാണ് ഈ വാർത്ത മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ക്യാൻസർ പേഷ്യൻറ്റിനെ തടഞ്ഞു എന്ന് പറയുന്ന വാർത്ത 100% അസംബന്ധമായി പോയി ഏറ്റുപിടിച്ച ചില മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും കാളപറ്റെന്ന് കേട്ടപ്പോഴേ ബക്കറ്റ് എടുത്ത് കറക്കാൻ പോയി എന്നാണ്, പാല് കറക്കാൻ പോയി എന്നുള്ളതാണ്. ഞാൻ കയറെടുക്കാൻ പോയി എന്നല്ല പറയുന്നത്. ഈ ഓൺലൈൻ മാധ്യമങ്ങളായ ചില ആളുകൾ അപ്പം തന്നെ ബക്കറ്റ് എടുത്ത് പോയി എന്നാൽ പിന്നെ അങ്ങ് കറവ തുടങ്ങിയേക്കാം എന്ന നിലയിലേക്ക് കാളയെ കറക്കാനാണ് ഇവർ ശ്രമിച്ചത്. ഇവരുടെ യാഥാർത്ഥ്യം ഇവർ തിരിച്ചറിഞ്ഞില്ല എന്നതാണ്
അതിന് ശരിയായ സാധനം. ചേട്ടാ ഇപ്പം ഞാൻ വെച്ച് കഴിഞ്ഞാൽ അവരൊരു സാധാരണക്കാരായിരിക്കാം, എനിക്ക് തോന്നുന്നു അവരുടെ ലുക്കിലും മട്ടിലും ഒരു സാധാരണക്കാരെ പോലെയാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ നിഗമനമാണ്. അവർ വന്ന് നിങ്ങൾ പറഞ്ഞ പോലെ അവർക്കന്ന് ആശുപത്രിയിൽ സ്കാനിങ്ങിന് പോകണമെന്നല്ലേ പറഞ്ഞത്, സ്കാനിങ് എന്തോ ഉണ്ടായിരുന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരന്ന് പോയത് സ്കാൻ ചെയ്യാനാണ്. അവർക്ക് അവിടെ പോകണം എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് ഹർത്താൽ വന്നപ്പോൾ ഒരു നിമിഷം നമ്മൾ പെട്ടെന്നല്ല, നമ്മളവിടെ ഒന്ന് തടഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കടത്തി വിടാത്തതിന് കുറേ ചീത്ത വിളിക്കുക. ചില ആളുകൾക്ക് അങ്ങനെയാണ് അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്. എന്താ പറയുക, ഇങ്ങനെ ചിലവർ പ്രതികരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും ഒരേ രീതി പ്രതികരിക്കണം എന്നല്ല. അവരതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ എന്താ പറയുക ഹർത്താലിൻ്റെ ഇടയ്ക്ക് വന്ന്, അതായത് സമര അനുകൂലികളുടെ ഇടയ്ക്ക് വന്ന് സംസാരിച്ചത്. പിന്നീട് അപ്പോൾ അവർ നോക്കിയപ്പോൾ അവർക്ക് ഹോസ്പിറ്റലിൽ സ്കാനിങ്ങിന് പോകാനെന്ന് പറഞ്ഞാൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ പറയുമെന്നുള്ള പേടി കൊണ്ട് പെട്ടെന്ന് കാര്യം നാക്കിൽ വന്നതായിരിക്കാം ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന്. ക്യാൻസർ ആണെന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെയും ആകാമല്ലോ എന്നാണ് കേട്ടോ എൻ്റെ ചോദ്യം. ഇങ്ങനെയും ആകാം, അതുകൊണ്ടായിരിക്കാം അവർക്ക് ആ ഓട്ടോയിൽ കയറി. ഇപ്പം ചേട്ടൻ പറഞ്ഞത് വെച്ചാണ് ഞാൻ ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നിയത്, ആ പോയ വഴിക്ക് ക്യാൻസർ ആണെന്ന് പറയുമ്പോൾ ക്യാൻസർ രോഗിയുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എങ്ങനെ അവർക്ക്, അതുകൊണ്ടായിരിക്കും അവർ ഓട്ടോക്കാരോട് പറഞ്ഞത് എനിക്ക് കേസില്ല എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പം ചേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഹർത്താലിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇത് നടത്തിയത് മനുഷ്യത്വരഹിതമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫാബ്രിക്കേറ്റഡ് ന്യൂസ് ചേട്ടൻ പറഞ്ഞ ഭാഷയിൽ, ഞാൻ പറയുന്നതല്ല, ചേട്ടൻ പറഞ്ഞ ഭാഷയിൽ, ഈ കേരളത്തിലെ ഹർത്താൽ എന്ന് പറയുന്ന സാധനം ആദ്യമായി നടത്തിയവരല്ല ഞങ്ങൾ. കേരളത്തിലെ ഹർത്താല് കണ്ട് കേരളം മടുത്തവരാണ് നമ്മൾ. ഞാനൊരു ഹർത്താലിൻ്റെ ചോദ്യം ചോദിക്കട്ടെ. സദാം ഹുസൈനും കേരളം, ഞാനും നിങ്ങളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? സദാം ഹുസൈൻ ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു. സദാം ഹുസൈനെ കൊന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഹർത്താൽ നടത്തിയ ജനതയാണ് നമ്മൾ. ഞാൻ ഹർത്താലിൽ സഹകരിച്ചില്ലേ? നമ്മൾ ഓരോരുത്തരും സഹകരിച്ചില്ലേ? നമ്മൾ ഈ മീഡിയയും അല്ലെങ്കിൽ മീഡിയ സംവിധാനങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളൊക്കെ ഇവിടെ ജീവിച്ചില്ലേ? എത്ര ഹർത്താലുകൾ നമ്മൾ ജീവിച്ചു. ഇതിനു മുമ്പ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നടത്തിയ ഒരു ഹർത്താലിൽ ആംബുലൻസിൽ കിടന്ന് രോഗി മരിച്ചില്ലേ? ഓട്ടോറിക്ഷയിൽ പ്രസവിച്ചില്ലേ? ആയിരക്കണക്കിന് കുട്ടികളുടെ വിദ്യാഭ്യാസം, അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയാതെ പോയിട്ടില്ലേ? ഇതെന്താ ആദ്യത്തെ സംഭവമാണ്? ആ സംഭവങ്ങൾക്കൊക്കെ എന്താ നിങ്ങൾ പരീക്ഷ എഴുതാൻ നിർബന്ധിച്ച് പോവാത്തത്? ആ സംഭവങ്ങൾക്ക് ക്യാൻസർ പേഷ്യൻറ്റുകൾ എന്താ പുറത്തിറങ്ങാൻ കഴിയാത്തത്? ഇത് ഈ രാജ്യത്തെ പിന്നോക്ക ജനത, പാർശ്വവൽകൃത ജനത നടത്തുന്നതായതുകൊണ്ട് എനിക്കിതാവും എന്ന ദാഷ്ട്യമാണ്. അത് ഈ സ്ത്രീയുടെ ദാഷ്ട്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, കേരളത്തിന്റെ പൊതു ദാഷ്ട്യമാണ് ഇതിലൂടെ പ്രകടനമാകുന്നത്. ഇല്ലേ? അങ്ങനെയാണ് നമ്മൾക്ക് അതിനെ വീക്ഷിക്കേണ്ടത്. അതല്ലാതെ അവർക്ക് സിമ്പിളായി, ഞാൻ അവിടെ നിൽപ്പുണ്ട്, എൻ്റെ നേതാവ് അഡ്വക്കേറ്റ് PA പ്രസാദ് ഉണ്ട്, മാത്യു സൈമൺ ഉണ്ട്, ബിജിമോൻ ചാലക്കരി ഉണ്ട്, അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട രാജൻ വളഞ്ഞുവിട്ടുമുണ്ട്. ഞങ്ങളൊക്കെ പ്രധാന നേതാക്കന്മാർ അവിടെ നിൽക്കുമ്പോൾ ഈ സ്ത്രീ ഒന്ന് വിളിച്ച്, മോനെ എനിക്ക് എങ്ങനെയും പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവിടുവരെ. അതാണ് എൻ്റെ പൊതുപ്രവർത്തന പാരമ്പര്യം, അങ്ങനെയാണ്, ഞാനവരെ കൊണ്ടുവിടും. പക്ഷേ ഇവർ പോലീസുമായി ആലോചിച്ച് ഇത് പൊളിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രതികരിച്ചാൽ എൻ്റെ ലക്ഷ്യം ക്യാൻസർ പേഷ്യൻ്റെ രോഗിയെ എത്തിക്കുക എന്നുള്ളതല്ല, ഹർത്താൽ വിജയിപ്പിക്കുക എന്നതാണ് ഉത്തരവാദിത്തം എന്നതാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമത്തിൻ്റെ ധർമ്മം ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ എനിക്ക് ഹോസ്പിറ്റലിൽ എത്തണമെന്ന ഇവരുടെ ചിന്ത പോലെ എന്നെ സംബന്ധിച്ച് എന്താ ചിന്ത? 100% ഞാൻ ഏറ്റെടുത്തതിന് ഉത്തരവാദിത്തം, എൻ്റെ നേതൃത്വം എന്നോട് പറഞ്ഞ ഉത്തരവാദിത്തം, അത് നിറവേറ്റുക തന്നെ, പരിപൂർണമായി നിറവേറ്റുക എന്ന ലക്ഷ്യമാണ് ഞാൻ അവിടെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് ആദ്യമുണ്ടായിരുന്ന വളരെ മോശം കമൻറ്റുകൾ സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ ഒരു മാധ്യമ പ്രവർത്തകൻ എൻ്റെ ചെവിക്കല്ലിൽ അടിക്കണം എന്നൊക്കെ മറുപടി പറയും. ഇപ്പം എന്താ മാധ്യമ പ്രവർത്തനം പ്രതികരിക്കാത്തത്? ഹർത്താൽ ക്യാൻസർ പേഷ്യൻ്റ് അല്ല എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ടോൺ മാറ്റി. ഇത് ക്യാൻസർ പേഷ്യൻ്റ് അല്ല എന്നുള്ളത് എനിക്കറിയാം, പോലീസ് ധാരണയാണ്, പോലീസും മാധ്യമങ്ങളും തമ്മിലുള്ള ധാരണയാണ് ഈ അവിടെ കണ്ടത് എന്നത് എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ അത്തരമൊരു നിലപാട് അവിടെ എടുത്തത്. ആ നിലപാടിനെ പിന്നീട് എന്താ, എൻ്റെ നിലപാട് ശരിയാണെന്ന് വെക്കേണ്ടി വന്നില്ലേ? ഞാൻ ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടില്ലേ? ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ ഇത് കാണിക്കാൻ അവർക്ക് കഴിഞ്ഞോ? മറ്റൊന്ന്, രാജ്യത്തെ നമ്മൾ ഈ ഹർത്താലിനെ വിമർശിക്കുന്ന ആളുകൾ, ഹർത്താലിനെ വിവിധ തരത്തിൽ വിമർശിക്കുന്ന ആളുകളുണ്ട്. ഞാനത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, അതാഹുസൈൻ അടക്കം വരുന്ന ആളുകളുടെ ഹർത്താലുകൾ കണ്ടവരാണ് നമ്മൾ. ഈ ഹർത്താലിലെ ഇത്തരം സംഭവങ്ങളെ എല്ലാം കൂടി ആകെ മൊത്തം പരിശോധിച്ചാൽ ഈ കഴിഞ്ഞ ഹർത്താലിൽ കേരളത്തിലെ എത്ര KSRTC ബസ്സുകൾ തല്ലിപ്പൊട്ടിച്ച റിപ്പോർട്ടുണ്ട്? ഭരണകൂടം അതിന് മറുപടി പറയണ്ടേ? എത്ര ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? മാന്യമായി രാജ്യത്തെയും ഭരണഘടനയും മാനിക്കുന്നവരാണ് ഞങ്ങൾ എന്നാണ് ഞങ്ങൾ കൊടുത്ത സന്ദേശം. ഞങ്ങൾ പ്രതിഷേധിക്കുന്നു,
ഞങ്ങൾ നിയമലംഘനം നടത്തുന്നു, പക്ഷെ ഒരാളെ പോലും മർദ്ദിക്കാതെ, ഒരു ബൈക്കുകാരൻ്റെ പോലും ഗ്ലാസ് അടിച്ച് പൊട്ടിക്കാതെ വളരെ മാന്യമായി 99% ഭംഗിയായി കേരളത്തിൽ ഹർത്താൽ നടത്താൻ കഴിയുന്ന മാന്യമായ ജനതയാണ് ഞങ്ങൾ. ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയ ജനതയാണ് ഞങ്ങൾ എന്നുള്ളതിൽ ആത്മാഭിമാനത്തോടെയാണ് ഞാനിത് പറയുന്നത്. എൻ്റെ നേതൃത്വം പ്രഖ്യാപിക്കുമ്പോഴും പറഞ്ഞു ആക്രമണ സംഭവങ്ങൾ ഉണ്ടാവരുത്. ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ എൻ്റെ നേതാക്കന്മാർ പ്രത്യേകം പറഞ്ഞത് ആക്രമണ സംഭവങ്ങൾ ഉണ്ടാവരുത്. ആ ആക്രമണ സംഭവങ്ങൾ ഉണ്ടാവാതെ തന്നെയാണ് ഞങ്ങളത് ഭംഗിയായി നടത്തിയത്. പക്ഷേ പോലീസ് പ്രകോപനപരമായിരുന്നു പലയിടത്തും. കേരളത്തിലെ പല സ്ഥലങ്ങളിലും, കൊല്ലം ജില്ലയിൽ ആറ്റിങ്ങൽ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ വളരെ മോശമായി പോലീസ് ഇടപെട്ടു. അതെന്താണ്? ഹർത്താലിൽ നമ്മൾ പരിശോധിച്ച് നോക്ക്. ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി, ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ഇറങ്ങിയല്ലോ, ഭരണത്തിൽ നിന്ന് ഇറങ്ങിയ പാർട്ടി നടത്തുന്ന ഹർത്താലുകൾ, അതല്ലെങ്കിൽ മറ്റ് വലിയ പ്രമുഖരായ രാഷ്ട്രീയ പാർട്ടികൾ, ഇവരൊക്കെ ഹർത്താൽ നടത്തിയിട്ടുണ്ട്. ഈ ഹർത്താലിനെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. എത്രമാത്രം ആക്രമണ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. എത്ര പേരെ മർദ്ദിക്കുന്നു, എത്ര പേരെ വാഹനങ്ങൾ തല്ലിപ്പൊട്ടിക്കുന്നു. ഈ KSRTCക്ക് അഭിമാനിക്കാം. കേരളത്തിൽ ഇന്ന് വരെ നടത്തിയ ഹർത്താലിൽ ഏറ്റവും മാന്യമായി KSRTC ബസ്സിനെ ബഹുമാനിച്ച് മുഴുവൻ ബസ്സുകളെയും അതിൻ്റേതായ ക്രമീകരണത്തിനനുസരിച്ച് ഓടാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കിയ ഹർത്താൽ ഞങ്ങൾ നടത്തിയ ഹർത്താലാണ്. അത്ര മാന്യമായല്ലേ ഹർത്താൽ നടത്തേണ്ടത്? നിയമലംഘനത്തെ എങ്ങനെ മാന്യമായി കൊണ്ടു നടക്കാൻ കഴിയുമോ? നിയമലംഘനത്തെ മാന്യതയുടെ പരമോന്നതമായ ഔന്നത്യത്തിൽ എത്തിക്കാൻ എൻ്റെ ജനതയ്ക്ക് കഴിഞ്ഞു എന്നത് ഈ ഹർത്താലിന് വളരെ വ്യത്യസ്തത നൽകുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. വളരെ വ്യത്യസ്തമായ തരത്തിലാണ് ഹർത്താൽ നടത്തിയത്. പോലീസ് അത്ര മോശമായാണ് പലയിടത്തും പെരുമാറിയത്. ആറ്റിങ്ങലടക്കം വേറെ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ, തിരുവല്ലയിൽ വളരെ മോശമായി പെരുമാറിയ ഹർത്താൽ. പക്ഷേ അവർക്ക് നമ്മുടെ സഹായം ആവശ്യമുള്ളപ്പോഴൊക്കെ നമ്മളെ വിളിച്ച് മാറ്റി നിർത്തി സഹായം ആവശ്യമുണ്ട്, അത് നമുക്ക് ചെയ്യണമെന്ന് പറയുകയും, അവർക്ക് മോശമായി പ്രതികരിക്കാൻ കിട്ടിയ സമയത്തെല്ലാം അവർ നമുക്കെതിരെ മോശമായി പ്രതികരിക്കുകയും പ്രശ്നങ്ങളുണ്ടാക്കുകയും ചെയ്തൊരു സാഹചര്യമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഹർത്താലിൽ എന്തെങ്കിലുമൊക്കെ മോശപ്രവർത്തനങ്ങൾ 1% ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ പോലീസിൻ്റെയും ഈ മാധ്യമ സൃഷ്ടിയുമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പം അന്ന് എപ്പോഴായിരുന്നു പിന്നെ സ്റ്റേഷനിൽ ചെന്നതും ഇത് കേസാക്കിയത്? ഇപ്പം അവർ തന്നെ പറയുന്നുണ്ട് അവർക്ക് കേസാക്കാൻ താല്പര്യമില്ല എന്നുള്ളത്. നമ്മൾ ഏതാണ്ട് ഉച്ചയോടെ കഴിഞ്ഞു. സാധാരണ ഹർത്താലുകാർ ചെയ്യുന്ന പണി 6 മുതൽ 6 വരെ എന്നാണ് നമ്മൾ ഹർത്താൽ പ്രഖ്യാപിച്ചത്. 5:59 ആയപ്പോൾ ഞങ്ങൾ KSRTCയുടെ മുമ്പിൽ മുദ്രാവാക്യം വിളിച്ചു. 6 മണിക്കെന്നുള്ള മുദ്രാവാക്യം. തലേ ദിവസവും ഞങ്ങൾ പ്രകടനം നടത്തുകയും മൈക്ക് അനൗൺസ്മെൻറ്റ് നടത്തുകയും പബ്ലിക്കിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും കടകൾ തുറക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാക്കന്മാരടക്കം പറഞ്ഞു. പക്ഷേ നേതാവിൻ്റെ കട പോലും തുറപ്പിക്കാൻ നമ്മൾ അനുവദിക്കാത്ത തരത്തിലേക്ക് അവിടെ പ്രതിരോധം തീർക്കാൻ നമ്മുടെ ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കടകളെല്ലാം അടഞ്ഞു കിടന്നിരുന്നു. പക്ഷേ KSRTC ഓടിച്ചു. അത് തന്നെ നോക്കൂ, KSRTC നഷ്ടമായിരുന്നു എന്ന് പറയുന്ന സാധനം അല്പ ലാഭത്തിലേക്ക് വന്നു എന്ന പ്രചരണം ഇപ്പോൾ വരുന്നുണ്ട്. ആ വാഹനം എന്തിനാണ് ഓടിച്ചത്? ജനങ്ങൾ, ഹർത്താലാണെങ്കിൽ ജനങ്ങൾ ഇറങ്ങുമോ? ഇത്രയും വാഹനങ്ങൾ 100 കണക്കിന് KSRTC വെറുതെ ഓടുന്നു. ആലപ്പുഴയ്ക്കൊക്കെ പോയ KSRTCയിൽ 2 പേരല്ലാതെ മൂന്നാമതൊരാൾ, 2 പേരെന്ന് പറയുന്നത് ഡ്രൈവറും കണ്ടക്ടറുമാണ്, മൂന്നാമതൊരാളെ കാണാൻ കഴിയാതെ KSRTC എത്ര എണ്ണം പോയി? കോൺവേ അടിസ്ഥാനത്തിൽ KSRTC ഓടിച്ചു. ആർക്ക് വേണ്ടിയാണ്? ഈ രാജ്യത്തെ പാവങ്ങളെ, അവൻ്റെ അവകാശങ്ങളെ തകർക്കാൻ, രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ വിഭവത്തിൻ്റെ അംശമെടുത്തിട്ട് പ്രവർത്തിക്കുന്ന KSRTC നമ്മുടെ നെഞ്ചിലൂടെ ഓടിച്ച് കാണിക്കുകയാണ്, നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി, ഈ ജനതയെ തോൽപ്പിക്കാൻ. എന്തിനാണ് ഈ ജനതയെ തോൽപ്പിച്ചിട്ട് ഈ സർക്കാരുകൾക്ക്, ഈ ഭരണകൂടങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഇവരുടെ മുദ്രാവാക്യത്തോടെ, ഇവരുടെ ആവശ്യങ്ങളോടെ, ഈ ജനതയുടെ ആവശ്യങ്ങളോട് ചേർന്ന് നിൽക്കേണ്ട ഭരണകൂടം എന്തിനാണ് ഇങ്ങനെ നിഷേധാത്മകമായ നിലപാടുകൾ സ്വീകരിക്കുന്നത്? ആരാണ് ഇവർ വൈരാഗ്യം തീർക്കുന്നത്? ഈ ആയിരക്കണക്കിന് വരുന്ന KSRTC ബസ്സുകൾ കേരളത്തിൻ്റെ നിരത്തിലൂടെ അന്ന് ഓടിച്ചിട്ട് അതൊന്ന് കണക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ആ ദിവസത്തെ KSRTCയുടെ ലാഭവും നഷ്ടവും ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇതാണ് രാജ്യസ്ഥിതിയെങ്കിൽ. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിനിടയിൽ ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം തൊട്ടടുത്ത ജംഗ്ഷൻ, നമ്മുടെ കുട്ടികൾ KSRTC മാത്രമല്ല പല ഏരിയയിലും ബ്ലോക്ക് ചെയ്തിരുന്നു. അവിടെ തൊട്ടടുത്തൊരു രാമഞ്ചിറ എന്ന് പറയുന്ന പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് ബ്ലോക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് അവിടെ പോലീസുമായി ഉന്തും തള്ളുകൊണ്ടുകയും പ്രശ്നങ്ങളുണ്ടാകുകയും ചെയ്തു. നമ്മുടെ നേതാക്കന്മാർ കൃത്യമായി അവിടെ എത്തുകയും, ഞാനല്ലാത്ത നേതാക്കന്മാർ, ഞാൻ KSRTC തന്നെ കേന്ദ്രീകരിച്ച് നിന്നു, എത്തുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. അവിടെ നിന്ന് CI വരുന്നത്, പോലീസിൻ്റെ വാഹനം വരുന്നത് ഹൈ സ്പീഡിലാണ്. മന്ത്രിമാർക്ക് എസ്കോർട്ട് പോകുന്നത് പോലെ 4-5 വാഹനം ഇങ്ങോട്ട് വന്നപ്പോൾ ഇവരുടെ വിചാരം വാഹനം വരുമ്പോൾ ഞാനടക്കമുള്ള ഹർത്താൽ അനുകൂലികൾ ഓടി മാറുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ആരും മാറിയില്ല.
എല്ലാവരും ആ റോഡിൽ തന്നെ നിൽക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്തു. CI വന്ന് ബലം പിടിച്ച് നമ്മളെ ഉപദ്രവിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അപ്പോൾ എൻ്റെ ബ്രദർ, എൻ്റെ സഹോദരൻ കൂടിയായ ബിജിമോൻ ചാലാക്കരി, അദ്ദേഹം CIയോട് പറഞ്ഞു, മാന്യമായി പെരുമാറണം, ഇത് ഞങ്ങൾ എവിടെ നിന്നും വന്ന അഭയാർത്ഥികളൊന്നുമല്ല, ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ അവകാശികളാണ്, ഈ സമ്പത്തിലും വിഭവത്തിലും പങ്കാളിത്തമുള്ളവരാണ്, ഞങ്ങളോട് വളരെ മാന്യമായി പെരുമാറണം, ഇത്ര മോശം ഇടപാട് ശരിയല്ല എന്ന് പറയുമ്പം നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോടാ എന്ന് ചോദിച്ചാണ് CI എൻ്റെ ബ്രദറിനെ ചവിട്ട് കൊണ്ടില്ല. പക്ഷേ ആ ആക്ഷൻ അവിടെ ഉണ്ടായി. ഞാൻ CI മുന്നേ കയറി നിൽക്കുകയും CI തടയുകയും, CI എൻ്റെ അത്രയും വലിപ്പമില്ലാത്ത ആളായതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞു. അനിയൻ അവിടെ നിന്ന് മാറിപ്പോകുന്നു, അനിയനെ അവിടെ നിന്ന് മാറ്റുന്നു. അങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തി ഇവിടെ തിരുവല്ലയിൽ എന്തെങ്കിലും ആകാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ആക്രോശിച്ച് മുന്നോട്ട് പോകും. ഇനി മറ്റൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം കേട്ടോ, അത് വിട്ടുപോയത് കൊണ്ട് ഞാൻ ചേർത്ത് വെക്കുകയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യണം, മുമ്പ് പറഞ്ഞതുപോലെ അവരുടെ ഉത്തരവാദിത്വമുണ്ട്, അതവർ ചെയ്യണം. പക്ഷേ പോലീസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥന്മാർ നിൽക്കുമ്പോൾ ചില സാധാ പോലീസുകാരുണ്ടല്ലോ, CPOമാർ, അവരുടെ പ്രതികരണം വളരെ വേദനാജനകമായിപ്പോയി. അവരെപ്പോലെ ചില ആളുകളുടെ പ്രതികരണം വളരെ വേദന. എന്ത് കണ്ടെന്നറിയുമോ? ഓഫീസർ അവിടെ നിൽക്കുമ്പോൾ അതിനേക്കാൾ വലിയ ആളാകുക. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഈ നീർക്കോലി ചാടുക എന്ന് പറയുന്നതല്ലേ. മൂർഖനൊക്കെ അവിടെ ഇരിക്കുമ്പോൾ നീർക്കോലി ചാടി വരുന്ന സാധനം എന്താ കാര്യം? എന്താ? സംവരണത്തിലൂടെ എൻ്റെയും രാജ്യത്തെ നൂറുകണക്കിന് വരുന്ന പട്ടികജാതിക്കാരുടെയും സംവരണത്തിലൂടെ അവരുടെ അവകാശങ്ങളൂടെ മേടിച്ചുകൊണ്ട് സംവരണത്തിലൂടെ ജോലിയിൽ നേടിയ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരായ സഹോദരങ്ങൾ, CPOമാർ ഈ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചു എന്നും ആക്രോശിച്ചു എന്നും മോശമായ പദപ്രയോഗത്തിലൂടെ സമര നേതാക്കന്മാരെയും അനുയായികളെയും ചീത്തയിലൂടെയും ലാത്തി ഉപയോഗിച്ചും തകർക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതല്പം വേദന ഉണ്ടാക്കുന്നത് തന്നെയാണ്. കാരണം ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ എത്താൻ ഈ തെരുവോരങ്ങളിൽ എത്രമാത്രം സമരം നടത്തിയ സണ്ണി കബീക്കാരനെ പോലെയുള്ള KK സുരേഷിനെ പോലെയുള്ള നൂറായിരം ആൾക്കാരുടെ പോരാട്ടത്തിൻ്റെ ഫലമാണ് ആ പോലീസ് ഓഫീസർ അവിടെ ഉദ്യോഗത്തിയിരിക്കുന്നത്. ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കർ ഉണ്ടാക്കി തന്ന ഭരണഘടനാപരമായ ആനുകൂല്യത്തിലൂടെയാണ് ഈ പോലീസ് ഓഫീസർ അവിടെ നിൽക്കുന്നത്. അത് വളരെ വേദനാജനകമായിരുന്നു എന്ന് ഞാൻ ഈ കൂട്ടത്തിലൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതിനുശേഷം വന്ന് CI വലിയ ഷോ കാണിച്ചു. ആ ഷോയെ ഞാൻ തടഞ്ഞു. സാർ എന്തിനാണ് ഈ വയലൻ്റ് ആവുന്നത്? എൻ്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു, സാർ എന്തിനാണ് ഈ വയലൻ്റ് ആവുന്നത്? ഞങ്ങൾക്കിതൊക്കെ മനസ്സിലാവില്ലേ? നിങ്ങൾ ആരോടാണ് ഈ പക തീർക്കുന്നത്? അത് ഈ വിഭാഗം നടത്തുന്നത് കൊണ്ടാണോ നിങ്ങൾ ഈ പക തീർക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങ് വട്ടം പിടിച്ചിട്ട് എടുത്ത് വണ്ടിയിലിട് എന്നാണ് പറയുന്നത്. എടുത്ത് വണ്ടിയിലിട്ടാൽ ഉടനെ തീരുന്നതാണോ അജി ചാലക്കരി എന്ന് പറയുന്നത്? ഇവർ കൊണ്ടുപോയി ഒരു വിലങ്ങ് വെച്ചാൽ ഉടനെ തീരുന്നതാണോ നമ്മൾ ഈ ജനതയോടുള്ള നമ്മുടെ ആഭിമുഖ്യം എന്ന് പറയുന്നത്? അങ്ങനെ ഒരു കാര്യരമ്പുകൾക്ക് തകർക്കാൻ കഴിയുന്നതൊന്നും അല്ല നമ്മുടെ മനസ്സുകളും ഈ ജനതയുടെ കരുത്തുമൊന്നും. അത് പോരാടി നേടിയത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്നെ ബലം പിടിച്ച് അവരെ കൊണ്ടുപോയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇത് ചില പോലീസ് ഒന്ന് പ്രത്യേകിച്ച് ഞാനിങ്ങനെ പറഞ്ഞു, ഇത് സവർണ പോലീസിൻ്റെ കളിയാണ് എന്ന് തന്നെ പറഞ്ഞു. ഇത് അങ്ങനെ തന്നെയാണ് എനിക്ക് വ്യാഖ്യാനിക്കാനുള്ളത്. സവർണ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത് തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തിയത് കൊണ്ടാണ് അങ്ങനെ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. എൻ്റെ കൂട്ടത്തിൽ എന്നെ പിടിച്ചത് കൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, നമ്മളോട് ബഹുമാനമുള്ള ഒട്ടനവധി ചെറുപ്പക്കാർ അതിനകത്തുണ്ട്. ഓടി വന്ന് പിടിക്കുന്നു, അയ്യണ്ണ വിടറ എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. അവരെ കൂടി എടുത്തിടുന്നു. അങ്ങനെ ഏതാണ്ട് 15ഓളം ആളുകളെ ഇവർ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ്. ഞാൻ പ്രസാദാണ്, അഡ്വക്കേറ്റ് PA പ്രസാദാണ് എൻ്റെ നേതാവ്, മാത്യു സൈമണാണ് എൻ്റെ നേതാവ്. അവരൊക്കെ ചേർന്നാണ് ഈ സമരം നടത്തിയതെങ്കിലും അവർ നേതാവായി നിൽക്കുമ്പോഴും അവർ അതിനപ്പുറത്തേക്കൊരു സ്നേഹവും ബഹുമാനവും എന്നോട് കാണിക്കുന്നത് കൊണ്ട്, ഞാൻ അവരുടെ സഹനേതാവായി അവരോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ താളം തെറ്റി. അവർ ആ സമരം മുഴുവനായി എന്ത് ചെയ്തു? മുഴുവനായി സമരത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചാക്കി മാറ്റി. ആ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചാക്കി മാറ്റുകയും നൂറുകണക്കിന് ആളുകൾ, ഏതാണ്ട് 400-500ഓളം വരുന്ന ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചായി എത്തുകയും ചെയ്തു. അപ്പോൾ DYSPയുമായി സംസാരിച്ചു. പ്രസാദ് വക്കീൽ സംസാരിക്കുന്നു. വക്കീൽ സംസാരിച്ച് DYSPയോട് സംസാരിച്ചതിന് ശേഷം പറയുന്നു, അവരെ 6 മണി വരെ, ഹർത്താൽ സമയം 6 മണി വരെയാണ്, 6 മണി കഴിഞ്ഞ് വിട്ടേക്കാമെന്ന് പറഞ്ഞു. 6 മണി ആയപ്പോഴും അതിനു മുമ്പാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വരുന്നത്. ആ കേസ് അങ്ങനെ വന്നപ്പോൾ എന്നെ അവിടെ പ്രധാന ആളെന്ന നിലയിൽ ഒരാളെയെങ്കിലും കുരുക്കുക എന്നത്, അത് പോലീസിൻ്റെ തന്ത്രം അതാണല്ലോ, കുരുക്കുക എന്നതാണ്. ജയിലിൽ വിടണമെന്ന് നിർബന്ധം പിടിക്കുകയും ചില രാഷ്ട്രീയ നേതാക്കന്മാർ, എനിക്ക് വലിയ അഭിമാനത്തോടെ പറയാൻ കഴിയും, ഇപ്പോൾ ഭരിക്കാൻ പോകുന്ന പാർട്ടിയുടെ മാത്രമല്ല ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയുടെ പോലും നേതാക്കന്മാർ, നമുക്ക് അതിനകത്ത് സൗഹൃദമുണ്ടല്ലോ,
സൗഹൃദവും സ്നേഹവുമുള്ള ആളുകൾ അതിനകത്തുമുണ്ട്. പാർട്ടി ചെയ്യുന്നതെല്ലാം അംഗീകരിച്ചിരിക്കുന്നവരല്ലല്ലോ. അതിനകത്തും എന്നോടും എൻ്റെ മൂവ്മെൻറ്റിനോടും ഈ സമരത്തോടുമൊക്കെ ഐക്യപ്പെടുന്ന ചില നേതാക്കന്മാരടക്കം CAയും DYSPയും ഒക്കെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി 14 പേരെയും വിട്ടയക്കുകയും എന്നെ അവർ 110 എന്ന് പറഞ്ഞ വകുപ്പ് ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അങ്ങനെയാണ് അന്ന് രാത്രി അവിടെ ഇരിക്കുകയും രാവിലെ ആ പോലീസ് സ്റ്റേഷനിൽ തന്നെ രാത്രി കഴിച്ചു കൂടേണ്ടി വന്നു. വളരെ മോശം അന്തരീക്ഷം, അറിയില്ല. പോലീസ് സ്റ്റേഷനിലെ ഇരിപ്പെന്ന് പറയുന്നത് വളരെ മോശമായ അന്തരീക്ഷമാണ്. പക്ഷേ രാത്രി മുഴുവൻ അവിടെ ഇരിക്കേണ്ടി വന്നു. പിറ്റേ ദിവസം രാവിലെ കോടതിയിൽ ഹാജരാക്കുന്നു. അവർ ഹൈക്കോടതി നിർദ്ദേശമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊന്നും കേൾക്കാതെ തന്നെ മജിസ്ട്രേറ്റ് ജയിലിലേക്ക് വിടുന്നു.